സ്നേഹരാഗം ഭാഗം 49. താൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? അവന് ഗായത്രി പറയുന്നതെല്ലാം കളവാണെന്ന് തോന്നി. കീർത്തന തന്നോട് അങ്ങനെ ഒരിക്കലും ചെയ്യുകയില്ലെന്നും അവന് ആ നിമിഷം തോന്നി. എന്നാൽ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഒരിക്കലും ഒരു സ്ത്രീയും ഇങ്ങനെയൊന്നും പറയില്ലെന്നും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഞാൻ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അർജുൻ ഇതറിയില്ല. ഒന്നും അറിയാതെ പറ്റിക്കപ്പെടുന്ന അർജുനോട് എല്ലാം പറയണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ കുടുംബം നശിപ്പിച്ച അവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല, അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവന് ഭൂമി കീഴ്മേൽ മറിയുന്നത് പോലെ തോന്നി. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ തനിനിറം മനസ്സിലായില്ലേ? എൻ്റെ ജീവനേക്കാൾ ഏറെ ഞാൻ സ്നേഹിച്ചത് അങ്ങേരെയാണ്. അയാൾ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഗായത്രിയിൽ ഒരു തേങ്ങലുയർന്നു. അവൾ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അർജുൻ നിന്ന് കത്തിജ്വലിക്കുകയായിരുന്നു. അവന് ഗായത്രിയുടെ വാക്കുകൾ കുറേ നിമിഷങ്ങൾക്ക് ശേഷമാണ് ഉൾക്കൊള്ളാനായത്. ഇതിനു വേണ്ടിയാണോ താൻ തൻ്റെ ജീവിതം സ്വയം ഹോമിച്ചത് എന്ന് അവന് തോന്നി. ഒരു നിമിഷം ഈ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ അവന് തോന്നിപ്പോയി. അവൻ കോപം കൊണ്ട് ആളിക്കത്തി മുറിയിലേക്ക് നടന്നു. അപ്പോഴാണ് കീർത്തന മുറിയുടെ വാതിൽക്കൽ തന്നെ നിൽക്കുന്നത് അവൻ കണ്ടത്. അവളുടെ നേരെ അവൻ പാഞ്ഞെടുത്തു. അവൻ്റെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടപ്പോൾ കീർത്തന എഴുന്നേറ്റു വന്നതായിരുന്നു. വിളിച്ചത് ഗായത്രിയാണ് എന്നും എല്ലാം അർജുൻ അറിഞ്ഞു എന്നും അവൾക്ക് മനസ്സിലായി. ഇനി അവൻ എന്ത് ശിക്ഷ തരുന്നുവോ അത് വാങ്ങാൻ തയ്യാറായി തന്നെ അവൾ നിന്നു. എടി, ഞാനീ കേട്ടതെല്ലാം സത്യമാണോ? നീ എന്നെ വഞ്ചിക്കുകയായിരുന്നോ? അർജുൻ്റെ വാക്കുകളിൽ രോഷം ആളിക്കത്തി. അവൻ കൈയോങ്ങിക്കൊണ്ട് അവളുടെ ചെകിട്ടത്ത് ആഞ്ഞടിച്ചു. അവൾ തിരിച്ചൊന്നും പറയാതെ മുഖം കുനിച്ചു നിന്നു. തൻ്റെ ജീവിതം തകരുകയാണെന്ന് തികഞ്ഞ ബോധ്യം അവൾക്കുണ്ടായിരുന്നു. അവൾ അവനോട് ഒരുപാട് കയർത്തു, തല്ലുകൊടുത്തു. എന്നിട്ടൊന്നും അവൻ്റെ ദേഷ്യം കെട്ടടങ്ങിയില്ല. മുറിയിൽ കട്ടിലിലിരിക്കുമ്പോൾ അവൻ കിതക്കുകയായിരുന്നു. ശ്രീകുട്ടി സ്കൂളിൽ വിട്ടു വന്നപ്പോൾ അർജുനെ കണ്ടതും അവൾക്ക് വലിയ സന്തോഷമായി. പപ്പാ, അവൾ വിളിച്ചുകൊണ്ട് അവനരികിലേക്ക് ചെന്നു. അവളെ കണ്ടതും അവന് സങ്കടം അണപൊട്ടി. അവൻ അവളെ കെട്ടിപ്പിടിച്ചു. പപ്പയ്ക്ക് എന്തു പറ്റി? അവളുടെ കുഞ്ഞു മനസ്സ് ചോദിച്ചു. അവളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അവന് സാധിച്ചില്ല. കീർത്തന അവിടെയൊന്നുമില്ലായിരുന്നു. കിച്ചണിലായിരിക്കുമെന്ന് ശ്രീകുട്ടിക്ക് തോന്നി. അവൻ അങ്ങനെ തന്നെ ആ ഇരിപ്പ് ഒരുപാട് നേരം ഇരുന്നു. അവൻ്റെ മുന്നിലൂടെ പല മുഖങ്ങളും കടന്നുപോയി. അതിൽ നന്ദനയുടെ മുഖവും തെളിഞ്ഞു വന്നു. ഇങ്ങനെയൊരുവൾക്ക് വേണ്ടി എത്ര നല്ല മനസ്സുകളെ താൻ വേദനിപ്പിച്ചു, അവൻ സ്വയം ശപിച്ചു. നന്ദനയെ വിഷമിപ്പിച്ചതിന് ദൈവം തനിക്ക് തന്നതാണ് ഈ ശിക്ഷ എന്നവന് തോന്നി. ഇതിലും വലിയ ഒരു ശിക്ഷ തനിക്ക് കിട്ടാനില്ലെന്ന് അവന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നി. മേപ്പാട് തറവാട്ടിൽ ആളും ബഹളവുമെല്ലാം 2 ദിവസം കൊണ്ടൊഴിഞ്ഞു. ചന്ദ്രൻ ആകെ ക്ഷീണിതനായി കാണപ്പെട്ടു. പ്രഭാവതിയുടെ മരണം അയാളെ ആകെ ഉലച്ചിരുന്നു. പൂജയും വിവേകും ചന്ദ്രനും മാത്രമേ ഇപ്പോൾ അവിടെയുള്ളൂ. അർജുൻ എത്തിയിട്ടില്ല. ചന്ദ്രൻ സിറ്റൗട്ടിൽ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് അർജുൻ്റെ കാർ ഗേറ്റ് കടന്നു വന്നത്. പൂജ കയ്യിൽ ആവി പറക്കുന്ന ഒരു കപ്പ് ചായയുമായി അയാൾക്കരികിലെത്തി. പൂജയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി ചന്ദ്രൻ അത് പതിയെ ഊതി കുടിച്ചു. അർജുൻ കാർ നിർത്തി ഇറങ്ങിയപ്പോൾ അവൻ്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ എന്ന് ചന്ദ്രൻ മനസ്സിലോർത്തു. അവൻ സിറ്റൗട്ടിലേക്ക് കയറി ചന്ദ്രനരികിലിരുന്നു. എന്തു പറ്റിയടാ നിനക്ക്? സുഖമില്ലേ? മുഖമെന്താ വല്ലാതിരിക്കുന്നത്? ചന്ദ്രൻ ചോദിച്ചു. അത് അച്ഛാ. അവൻ ഒന്ന് നിർത്തി. സുഖമില്ലാത്തത് ദേഹത്തിനല്ല, എൻ്റെ മനസ്സിലാണ്. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ചന്ദ്രൻ ഒന്നമ്പരന്നു. അതിനു മാത്രം ഇപ്പോൾ എന്തു പറ്റി? അയാൾ ചോദിച്ചു. അച്ഛനോട് ഇനിയും ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്നവന് തോന്നി. വേറെ ആരോടെങ്കിലും തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാൽ തനിക്ക് അത്രയും സമാധാനം കിട്ടും എന്നവന് തോന്നി. അച്ഛാ, ഞാനിത് പറയുമ്പോൾ നിനക്കിത് വേണമായിരുന്നു എന്ന് അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തരുത്. അവൻ്റെ സ്വരത്തിൽ കുറ്റബോധം തെളിഞ്ഞു നിന്നിരുന്നു.
അവൻ്റെ ഉള്ളുലയ്ക്കുന്ന എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നി. അവൻ പിന്നീടൊന്നും ചിന്തിച്ചില്ല. ഗായത്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം അയാളോട് തുറന്നു പറഞ്ഞു. ചന്ദ്രന് അർജുൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനായില്ല. അയാൾ കുറേ നേരം ആ അമ്പരപ്പിൽ ഇരുന്നു. പ്രഭാവതിയുണ്ടെങ്കിൽ ഒരുപക്ഷെ അവൾക്ക് സന്തോഷമായേനെ എന്നയാൾക്ക് തോന്നി. നീ അവളെ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് ഇങ്ങനെയായില്ലേ? ഇത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയുമല്ല. ഞാനൊരു പൊതുകാര്യം പറഞ്ഞെന്നേയുള്ളൂ. ഒരു പക്ഷേ അമ്മ ഇപ്പോൾ ഉണ്ടെങ്കിൽ. പറഞ്ഞ വാക്ക് മുഴുമിപ്പിക്കാനാവാതെ അയാൾ നെടുവീർപ്പിട്ടു. അർജുൻ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു. എല്ലാം കേട്ടുകൊണ്ട് പൂജയും അടുത്തു നിൽപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ നിന്റെ തീരുമാനം? അയാൾ ചോദിച്ചു. ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല അച്ഛാ, അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്തായാലും നിന്റെ കാര്യം എന്നോട് തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാനും ഒരു കാര്യം നിന്നോട് പറയാം. നിന്നോട് ഒരിക്കൽ അമ്മയത് പറഞ്ഞതാണ്. നിനക്ക് നന്ദുവിനെയും കുഞ്ഞിനെയും സ്വീകരിച്ചുകൂടെ? നല്ല സ്വഭാവമുള്ള അവളെ ഉപേക്ഷിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ടവളുടെ കൂടെ പോയപ്പോൾ നിന്റെ ജീവിതത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിനക്ക് തന്നെ മനസ്സിലായില്ലേ? അയാൾ പറഞ്ഞു നിർത്തി. അർജുന് ചന്ദ്രൻ പറയുന്ന കാര്യം ഉൾക്കൊള്ളാനായില്ല. അവൻ വീണ്ടും മൗനമായി ഇരുന്നതേയുള്ളൂ. നീ ഒന്ന് ആലോചിക്ക്. നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ മടിയാണെങ്കിൽ ഞാനും കൂടെ വരാം, അയാൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവൻ ഒന്നും മറുപടി പറയാതെ ഒരേ ഇരിപ്പ് തുടർന്നു. ദേവനുമായുള്ള ജീവിതം നന്ദന ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. തൻ്റെ കുഞ്ഞിനെ കൂടി ദേവൻ സ്വീകരിച്ചതാണ് അവൾക്ക് ഏറ്റവും സന്തോഷം നൽകിയത്. ജാനുവിൻ്റെ കൂടെ അടുക്കളയിൽ എല്ലാറ്റിനും നന്ദന സഹായിക്കും. ജാനു ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് വിലക്കാറാണ് പതിവ്. എന്നാൽ നന്ദന അതൊന്നും കാര്യമാക്കാറില്ല. അവൾ ജോലിയെല്ലാം കഴിഞ്ഞ് മുറിയിലെത്തി മോളെ ഉറക്കാൻ കിടന്നു. ദേവൻ പുറത്തു പോയിരിക്കുകയാണ്. നന്ദന ഇപ്പോൾ പഴയ കാര്യങ്ങളൊന്നും ഓർക്കാറില്ല. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ അവൾ മറന്നു തുടങ്ങിയിരിക്കുന്നു. കുഞ്ഞിനെ ഉറക്കി തൊട്ടിലിൽ കിടത്തി പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി. തൊട്ടിലിൽ നിന്ന് കൈയെടുത്ത് മുറിക്ക് പുറത്തിറങ്ങാൻ ഭാവിക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. അവൾ ഫോൺ സൈലന്റ് മോഡിൽ ഇട്ടിരിക്കുകയാണ്. ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടാൽ മോൾ ഉണരും. വിവാഹം കഴിഞ്ഞ് ദേവൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവൾ തൻ്റെ ഫോൺ വീട്ടിൽ വച്ചാണ് വന്നിരുന്നത്. വിരുന്നിന് വീട്ടിലേക്ക് വന്നപ്പോഴാണ് നീതുമോൾ അത് കൊണ്ടുവന്ന് നന്ദനയ്ക്ക് കൊടുത്തത്. ഫോണിൽ തെളിഞ്ഞ ചന്ദ്രൻ്റെ പേര് കണ്ടപ്പോൾ ഒന്ന് സംശയിച്ച ശേഷം അവൾ ഫോൺ കാതോട് ചേർത്തു. ചന്ദ്രൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാൻ അവൾക്ക് കൗതുകമായി. ഫോൺ എടുക്കുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ്റെ പ്രതികരണം എന്താകുമെന്നവൾ ഒരു നിമിഷം ചിന്തിച്ചു. ഹലോ അച്ഛാ, ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ പറഞ്ഞു. എന്തൊക്കെയുണ്ട് അച്ഛാ, സുഖമല്ലേ? ചന്ദ്രൻ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് തന്നെ അവൾ അങ്ങോട്ട് കയറി ചോദിച്ചു. ഉവ്വ് മോളെ, നിനക്ക് സുഖമല്ലേ? അയാളുടെ പതിഞ്ഞ സ്വരം കേട്ടപ്പോൾ അവൾക്ക് എന്തോ പന്തികേട് തോന്നി. ചന്ദ്രനും നന്ദനയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാകുമെന്നറിയണമെങ്കിൽ സ്നേഹരാഗത്തിൻ്റെ അടുത്ത എപ്പിസോഡ് വരെ നിങ്ങൾ കാത്തിരുന്നേ മതിയാകൂ. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹരാഗം ഇനിയും തുടരും.